ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചേനക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് അത് അവിടെ ഒരു പീസ് ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേന കുറേ പേർക്കൊക്കെ ചിലപ്പോൾ കയ്യിലാവുമ്പോൾ അത് മുറിക്കുന്ന സമയത്ത് കൈ ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അല്ല, എങ്കിൽ ചിലർക്കെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ചെയ്ത്. ഇപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ശ്രദ്ധിച്ച് വേണം, ഒരു കവർ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടോ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഡ്രൈ ആയിട്ടുള്ള ഭാഗവും അതുപോലെ തൊലിയെല്ലാം നമ്മൾ നല്ല വൃത്തിയായി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിന് അലർജി ഉണ്ട്, ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചേനയുടെ ആ പീസ് പിടിക്കാതെ ഒരു കവർ കയ്യിലിട്ടിട്ട് എങ്ങാനും ചേന പിടിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നമുക്ക് എന്തോരം വലുപ്പത്തിലുള്ള കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത്, ഒരു ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചേനയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയം വലുപ്പത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അമ്മയ്ക്ക് നല്ല ഇത് കട്ട് ചെയ്യുമ്പോൾ കയ്യിനൊക്കെ അങ്ങനെ ചൊറിച്ചിൽ വരുമെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ചൊറിച്ചിലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഈ ഒരു ചേന കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ചേനയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി അത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊരു അരിപ്പ് വെച്ചിട്ടെങ്ങാനും ഒന്ന് വെള്ളം വാർത്തെടുക്കുക. അതിനുശേഷം അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കഴുകി വെള്ളം വാർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചേനയുടെ കഷ്ണങ്ങളുടെ ഒപ്പം വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിൽ വന്നു. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷർ പോയതിന് ശേഷം വേണം നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ചേനയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ചേനയും ചിലപ്പോൾ പെട്ടെന്ന് വേവണ ചേനകളാവില്ല. ചിലപ്പോൾ കുറച്ച് കട്ടിയുള്ള ചേനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി 1 വിസിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ ഈ ചേന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളകാണ്. അത് നടുകെ കീറിയത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ കൂടുതലായിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി ഒന്നും കൂടി ഒന്ന് തിക്കായി വരും. ഞാനിപ്പോൾ 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പൊടികളെല്ലാം നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികൾ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആ സവാളയിലേക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചേനയിൽ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചേന കഷ്ണങ്ങളെല്ലാം നമുക്ക് വെള്ളം വാർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മസാലയുമായിട്ട് ആ ചേന നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ. കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ഞാനിവിടെ 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 1/2 കപ്പ് കട്ടിയുള്ള നല്ല കട്ടി നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
കറി ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേനക്കറി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ചേനക്കറി വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ചേനക്കറിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.